വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഈ അലർജിക് ആസ്മ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഈ അലർജിക് ആസ്മ ഉള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ വേണം നമ്മുടെ ബെഡ്റൂം, അതായത് കുട്ടികളായിരിക്കുന്ന ആ ഏരിയ നമ്മൾ എങ്ങനെ വേണം നോക്കാനെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിൽ എപ്പോഴും ഒരു ബെഡ്റൂം എന്ന് പറയുമ്പം അവിടെ എന്തൊക്കെ ഉണ്ടാവും? അലമാരി ഉണ്ടാവും, ഫാൻ ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ പോലെ ബാഗുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെ ഒരു ആസ്മ അല്ലെങ്കിൽ കുട്ടിക്ക് അങ്ങനെ ഒരു അലർജി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി വീട്ടിൽ നമ്മൾ ആ ബെഡും കട്ടിലും ആ ഒരു കോട്ട് മാത്രം മതി. കാരണം ഏറ്റവും കൂടുതൽ ഒത്തിരി ഇതുള്ളപ്പം, അതായത് ഒത്തിരി സാധനങ്ങൾ വെക്കുമ്പോൾ പൊടികൾ ഒത്തിരി അടിഞ്ഞു കൂടാനും അവിടെ നിന്ന് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയെ നമ്മൾ കുറയ്ക്കുന്നതാണ് കട്ടിൽ മാത്രം ആ റൂമിൽ വെക്കുക എന്നുള്ളത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വീട് മുഴുവൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. എല്ലാ ഒന്നര ദിവസം എന്ത് ചെയ്യണം? ബെഡ്ഷീറ്റും കവറും മാറ്റണം. അപ്പം കുറേയൊക്കെ ഈ അലർജിക് ആസ്മ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടാവും.